പച്ചടിക്ക് ആവശ്യമായ വെള്ളരിക്ക കട്ട് ചെയ്ത് കഴുകിയതിനു ശേഷം വെള്ളം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടാണ് പച്ചടിക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് കുറച്ച് തൈരാണ്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം. മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുവാണെങ്കിൽ വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ ഈ ഉടച്ചെടുക്കുന്ന കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. തൈര് കടയുന്ന മത്തുണ്ടെങ്കിൽ അത് വെച്ചും ഉടച്ചെടുക്കാവുന്നതാണ്. സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്താലും കുഴപ്പമില്ല. എന്തായാലും മിക്സി ഉപയോഗിക്കരുത്. വെള്ളരിക്ക വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഫ്ലെയിം ഞാൻ ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി അതിലേക്ക് ആവശ്യമായ പച്ചമുളക് ഇട്ടുകൊടുക്കാം. വെള്ളരിക്കയ്ക്കുള്ള ഉപ്പ് ഇപ്പോൾ ചേർക്കുകയാണ്. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളരിക്ക വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അധികം ഒഴിച്ചു കൊടുക്കരുത്. വെള്ളരിക്കയിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതാണ്. അപ്പോൾ പിന്നെ വെള്ളം കൂടിപ്പോവും. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുകയാണ്. ചെറുതായി ഓപ്പൺ ചെയ്തിരിക്കുന്ന രീതിയിൽ അടച്ച് വേവിക്കുക. ഇത് വേകുന്നതിനിടയിൽ അരപ്പിനാവശ്യമായ തേങ്ങയും നല്ല ജീരകവും അരച്ചെടുക്കുക. തേങ്ങയുടെ ലെവലിന് താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അതിനുശേഷം കുറച്ച് കടുക് കൂടി ചതച്ചെടുക്കണം. കടുക് അരപ്പിനോടൊപ്പം ഞാൻ ക്രഷ് ചെയ്ത് ചേർക്കാറില്ല. ഇതുപോലെ സെപ്പറേറ്റ് ചതച്ചാണ് ചേർക്കുന്നത്. ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. കുറച്ചുകൂടി വേകാനുണ്ട്. അതുകൊണ്ട് പഴയതുപോലെ അടച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് ഓപ്പൺ ചെയ്തു. വെള്ളരിക്ക കുക്കായിട്ടുണ്ട്. മാത്രമല്ല കുറച്ച് വെള്ളം അതിൻ്റെ അടിയിൽ കിടക്കുന്നുമുണ്ട്. മൊത്തത്തിൽ അങ്ങ് വറ്റിച്ചെടുക്കരുത്. ഫ്ലെയിം ഒന്ന് സിമ്മർ ചെയ്തിട്ട് അരപ്പിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതൊന്ന് ഇളക്കി കൊടുക്കാം. ചതച്ചു വെച്ചിരിക്കുന്ന കടുക് കൂടി ചേർക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് അതിലിരുന്നൊന്ന് തിളച്ചോട്ടെ. അപ്പോഴേക്കും അരപ്പിൻ്റെ റോ ടേസ്റ്റ് പോയി കിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിൻ്റെ ചൂട് കുറച്ചൊന്ന് കുറയുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ചൂടൊന്ന് അടങ്ങിക്കഴിഞ്ഞാൽ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് അതിലേക്ക് ചേർക്കാം. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണ്. ആദ്യം വെള്ളരിക്കയ്ക്ക് മാത്രമുള്ള ഉപ്പാണ് ചേർത്തത്. അതിനുശേഷം അരപ്പും തൈരും കൂടി ഇതിൽ ചേർത്തിരുന്നു. അരപ്പിനും തൈരിനുമുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്തത്. എല്ലാം മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഒന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കടുക് ഇട്ട് കൊടുത്തു. കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഫ്ലെയിം സിമ്മർ ചെയ്തിട്ട് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ടുകൊടുത്തു. കരിയാതെ മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. കറിയിലേക്ക് വറവിട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വറവ് സാധനങ്ങളാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. വെള്ളരിക്ക പച്ചടി റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.